ഇന്നത്തെ പഠനത്തിന്റെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. കൂട്ടുകാരനെ സ്നേഹിക്കായെന്നും ശത്രുവിനെ പായിക്കായെന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ പുത്രന്മാരായി തരുന്നതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷത ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുകയും. ഈ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങള് നമുക്കറിയാം ഏറ്റവും പ്രസിദ്ധമായ ഗിരിപ്രഭാഷണങ്ങളാണെന്ന്. നമുക്ക് അനുകരിപ്പാൻ പറ്റുന്ന അനുകരിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം 48-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിലാണ്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുകയും. നമ്മുടെ ദൈവം സൽഗുണ പൂർണ്ണനാണ്, പെർഫെക്റ്റായ ദൈവമാണ്. അതുപോലെ നമ്മളും പെർഫെക്റ്റ് ആകണം എന്നാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. ദൈവം ഏതെല്ലാം വിഷയത്തിൽ സൽഗുണ പൂർണ്ണനാണ് എന്നുള്ള ഭാഗമാണ് ഇനി ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്വഭാവ വിശേഷങ്ങളിൽ നമുക്ക് കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്കും ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന്റെ സ്വഭാവങ്ങൾ നമുക്ക് ധാരാളം ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ദൈവം എത്രമാത്രം സൽഗുണപൂർണ്ണനാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെ ആയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സൽഗുണ പൂർണ്ണതയില്, ദൈവത്തിന്റെ സ്വഭാവ വിശേഷതയില് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ദൈവത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ പരിശുദ്ധിയുള്ള ദൈവമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവ പഠനത്തിലെല്ലാം നമുക്ക് ദൈവത്തെ കാണുമ്പോൾ ദൈവത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നതെല്ലാം പരിശുദ്ധനായ ദൈവം എന്നാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവിധ അശുദ്ധിയിൽ നിന്നും തിന്മയിൽ നിന്നും വേർപെട്ടവൻ എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ പൂർണ്ണ ശുദ്ധിയുള്ളവൻ എന്നത്ര. ദൈവം പൂർണ്ണ ശുദ്ധിയുള്ളവനാണ്. ദൈവത്തിന്റെ ഉത്കൃഷ്ട ഗുണങ്ങളിൽ ഏതിലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാനുണ്ടെങ്കിൽ അത് പരിശുദ്ധിയാണ്. ദൈവത്തെ വചനത്തിൽ വെളിപ്പെടുത്തുമ്പോഴെല്ലാം ദൈവം പരിശുദ്ധനാണെന്ന് പറയുന്നു. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായി ദൈവം മോശയോട് പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. എന്തുകൊണ്ടാണ് മോശ നിന്ന സ്ഥലം വിശുദ്ധിയുള്ളതായത്? പരിശുദ്ധനായ ദൈവം അവിടെ വന്നതുകൊണ്ടാണ് വിശുദ്ധിയുള്ളതായത്. യെശയ്യാവ് ഏകദേശം 30 പ്രാവശ്യം യെശയ്യാ പ്രവചനത്തിൽ
പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്നുണ്ട്. യെശയ്യാവ് 57 ചില വാക്യങ്ങള് വായിച്ച് സഹായിക്കണം. യെശയ്യാവ് 57 15 വാക്യം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും അപ്പൊ ദൈവത്തെ കുറിച്ച് സംബോധന ചെയ്യുന്നത് അവന്റെ നാമം എന്താണ്? പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ. സങ്കീർത്തനം 99:9. അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പീൻ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ദൈവത്തിന്റെ വസിക്കുന്നിടം വിശുദ്ധമാണ്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരാകണം. അപ്പൊ ദൈവം പരിശുദ്ധനാണ്. യെശയ്യാവിന്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ദർശനം യെശയ്യാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു. വേറെ ഒന്നും പറഞ്ഞുകൊണ്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ദൈവസനയിൽ താഴ്ന്ന ഒരു വ്യക്തി ആദ്യമേ കാണുന്നത് പാപത്തെക്കുറിച്ച് ആദ്യമേ കാണുന്നത് ദൈവം പരിശുദ്ധനാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാടാണ്. നാം ദൈവസനയിൽ അടുത്തു വരുമ്പോൾ നാം ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം ദൈവം ആരാണ്? പരിശുദ്ധനാണ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ യഥാർത്ഥ പരിശുദ്ധി എന്ന് പറയുമ്പോൾ പാപികൾ തന്നിൽ നിന്ന് വേർപെട്ടിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അവരെ വിശുദ്ധരാക്കുവാനാണ് യേശുക്രിസ്തുവിനെ ദൈവം നമുക്ക് വേണ്ടി തന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പൊ ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിന്റെ ഒന്നാമത്തെ ഗുണവിശേഷമാണ് പരിശുദ്ധി എന്നുള്ളത്. ദൈവം പരിശുദ്ധനായതുകൊണ്ട് വചനത്തിൽ നമുക്ക് പല ഭാഗത്ത് കാണാൻ കഴിയുന്നു, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം. നമ്മളെ വിശുദ്ധീകരിക്കാനാണ് സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് തന്നത്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ വിശുദ്ധരാകണം എന്നുള്ളതാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ. അപ്പൊ യേശുവിന്റെ രക്തം തന്നത് നമ്മളെ വിശുദ്ധീകരിക്കാനാണ്. നമ്മുടെ ക്വാളിറ്റിയിൽ, വിശുദ്ധിയിൽ കുറഞ്ഞൊരു ക്വാളിറ്റി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമ്മെ അശുദ്ധമാക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തു ഈ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഉവ്വ് ഉവ്വ് എന്നാകട്ടെ. അതിൽ കവിഞ്ഞത് എന്താണ്? ദുഷ്ടനെങ്കിൽ നിന്ന് വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 39-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടനെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഈ വാക്ക് കേൾക്കുമ്പോഴാണ്, ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ സാക്ഷി പറയുന്നത് ഒരു ശീലമാണ്. ഞായറാഴ്ച എല്ലാവരും എന്ത് ചെയ്യും? സാക്ഷി പറയും. ഈ സാക്ഷി വചനത്തിലൂടെയാണ് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ വിരോധം തീർക്കുന്നതും സാക്ഷി വചനത്തിലൂടെയാണ്. ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ. അങ്ങനെയൊക്കെ അതിനെക്കാട്ടിലൊക്കെ പറയുന്ന അനുഭവങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നാവെന്ന് പറയുന്നത്
നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്ന വലിയൊരു ഘടകമാണ്. യാക്കോബിന്റെ ലേഖനത്തില് 3-ാം അധ്യായത്തില് 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 1 മുതലുള്ള വാക്യം, യാക്കോബ് 3:1 മുതലുള്ള വാക്യം. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ, അപ്പൊ വാക്കാണ് നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. ആ നാവിനെ കുറിച്ച് പറയുന്നത് നാവൊരു തീയാണെന്ന് പറയുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാവിനെ നാം നിയന്ത്രിച്ചാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കും. ഒരു വാക്ക് മതി ഒരു സഭയിൽ പ്രശ്നം ഉണ്ടാവുക, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ നാവിനെ നാം വിശുദ്ധിയോടെ സൂക്ഷിക്കണം. നാവിനെ മാത്രമല്ല, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഓരോ അവയവങ്ങളെയും നാം വിശുദ്ധിയോടെ സൂക്ഷിക്കണം. നമ്മുടെ സ്വർഗീയ പിതാവ് ആരാണ്? സൽഗുണ ഗുണം. നമ്മുടെ വാക്യം അതാണ്. ഒന്നാമത്തെ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങളിൽ ഒന്നാമത്തെ സ്വഭാവമാണ് പരിശുദ്ധനാണ് എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം. അപ്പം നാം ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ നാം പരിശോധിക്കണം. ഈ വിശുദ്ധനായ സർവശക്തിയുള്ള മോശയോട് പറയുകയാണ്, ഞാൻ മുമ്പേ അത് പറഞ്ഞു, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് കളയുക, ചെരുപ്പഴിച്ച് കളയുക. നീ നിൽക്കുന്ന സ്ഥലം എന്താണ്? വിശുദ്ധ ഭൂമിയാണ്. നാം ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കാൻ വന്നു. നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കുറവുകളൊക്കെ അശുദ്ധമായിട്ട് ദൈവത്തെ ആരാധിപ്പാൻ അത് നമുക്ക് ശാപമായി തീരും. ഏറ്റവും കുറഞ്ഞത് നാം ആരായി തീരണം? വിശുദ്ധരാകണം. ദൈവം നമ്മെ വിശുദ്ധരായിട്ട് വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന നാം വിശുദ്ധരാകണമെന്നുള്ളത്. കാരണം പരിശുദ്ധനായ ദൈവത്തോടെ ബന്ധം പുലർത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശുദ്ധി വേണം. നമുക്ക് സക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കിങ്ങനെ കാണുന്നുണ്ട്, യോശുവ എന്ന പ്രവാചകൻ പുരോഹിതന്റെ വസ്ത്രം മലിനമായപ്പോൾ സാത്താൻ അവനോട് എന്ത് ചെയ്തു? വാദിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ദൈവം അവനെ ശുദ്ധീകരിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ആര് വാദിക്കും? പിശാച് വാദിക്കും, സാത്താൻ വാദിക്കും. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ വരുന്നു നാം വിശുദ്ധിയോടെ കടന്നു വരണം. നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് വിശുദ്ധിയായിരിക്കണം എന്നുള്ളത് നാം മറന്നു പോകരുത്. ഞാൻ രണ്ടാമത് ദൈവത്തിന്റെ ദിവ്യ സ്വഭാവങ്ങളിൽ രണ്ടാമത്തതാണ് സ്നേഹം എന്നുള്ളത്. സ്നേഹത്തിന്റെ ഉറവിടം ദൈവമാണ്. തിരുവചനത്തിലെ മഹത്തായ പ്രതിപാദ്യ വിഷയമാണ് സ്നേഹം. ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കുക എന്നുള്ള ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതല്ല, ദൈവം ആരാണ്? സ്നേഹമാണ്. അതാണ് ദൈവത്തെ കുറിച്ച് പറയുന്നത്. അപ്പം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, എന്നാൽ ദൈവം സ്നേഹം തന്നെയാണ്. നാം പരിശോധിക്കുമ്പോൾ ഈ സ്നേഹം വിവിധ നിലകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിന് പല പേരുകളെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നാമത് അഗപ്പെ എന്ന് പറയുന്ന വാക്ക് സ്നേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ അഗപ്പെ എന്ന വാക്ക് അർത്ഥം അജയ്യവും സ്നേഹനിർഭരവുമായ മനോഭാവം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കായി ജീവനെ പോലും നൽകുന്ന സ്നേഹം. ഒന്നാമത് അഗപ്പെ എന്ന സ്നേഹത്തിന്റെ അർത്ഥം മറ്റുള്ളവർക്കായി ജീവൻ നൽകുന്ന സ്നേഹം. ഈ സ്നേഹം നമുക്ക് കാണാൻ കഴിയുന്നത് കാൽവരി ക്രൂശിലാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്നു. അപ്പൊ ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി
ജീവനെ കൊടുക്കുന്ന സ്നേഹം. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്, എന്നാൽ സ്വന്തം ജീവനെ കൊടുത്ത് സ്നേഹിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. നമുക്ക് വാഗോണ്ട് പറഞ്ഞാലും നമുക്ക് കഴിയാറില്ല. എന്നാൽ യേശുക്രിസ്തു നമ്മളോട് പ്രദർശിപ്പിച്ച സ്നേഹം എന്ന് പറയുന്നത് സ്വന്തം ജീവനെ തന്ന് സ്നേഹിച്ചതാണ്. രണ്ടാമത്തെ വേടാണ് ഫിലിയോ. ഫിലിയോ എന്ന സ്നേഹം എന്ന് പറയുന്നത് സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹം. ഈ ഫിലിയോ എന്ന വാക്കിൽ നിന്നാണ് ഫിലദൽഫിയ എന്ന വാക്ക് വരുവാൻ. ഫിലിയോ സഹോദര സ്നേഹം. അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഫിലദൽഫിയയിലെ എല്ലാ വിശ്വാസികളും തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കാരണം നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? ഫിലദൽഫിയയിലാണ്. സഹോദര സ്നേഹത്തിന്റെ നാട്ടിലാണ്. അപ്പം സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം. വേറൊരു സ്നേഹമാണ് ജോർജ് എന്ന കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം. സ്നേഹമുണ്ട് ഇറോസ്. അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹത്തെ കുറിക്കുന്ന വേടാണ്. ബൈബിളിൽ ഉടനീളം ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നു. 3:16 എടുക്കാം. യോഹന്നാൻ 3:16. അത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ജോൺ ചാപ്റ്റർ എല്ലാവർക്കും കാണാൻ അറിയാവുന്ന വാക്യം ഒന്ന് വായിച്ചത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇപ്പം ബൈബിളിൽ ഉടനീളം ദൈവസ്നേഹത്തിന്റെ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തിന്റെ ഉള്ളിൽ എന്തടങ്ങിയിരിക്കുക? സ്നേഹം അടങ്ങിയിരിക്കുക. ഈ സ്നേഹത്തിന്റെ പകർച്ച ദൈവം, ഈ ദിവ്യ സ്വഭാവത്തിന്റെ പകർച്ച നമ്മളിൽ ദൈവം തന്നിട്ടുണ്ട്. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ സ്വരൂപപ്രകാരം സാദൃശ്യപ്രകാരം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ ദൈവത്തിന്റെ ദിവ്യ ഗുണങ്ങൾ ഉൾക്കൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം സ്നേഹമാണ്. നമ്മളും സ്നേഹിക്കുന്നവരാകണം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. സ്നേഹിക്കുന്നവൻ യേശുക്രിസ്തുവിൽ ജനിച്ചിരിക്കുന്നു എന്നാണ് 1 യോഹന്നാന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 1 കോരിന്ത്യർ 13 അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അധ്യായമാണ്. 1 കോരിന്ത്യർ 13 അധ്യായം. ഈ അധ്യായത്തിൽ ഗ്രന്ഥകർത്താവ് പ്രതിപാദിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും, നിങ്ങളുടെ ജീവനെ കൊടുത്താലും, നിങ്ങൾ പ്രവചിച്ചാലും, നല്ലവണ്ണം പ്രസംഗിച്ചാലും, സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും, ഇവിടെ പറയുന്നത് നിങ്ങൾ ദാനങ്ങൾ ചെയ്താലും, അത്ഭുതങ്ങൾ ചെയ്താലും, മരിച്ചവരെ ഉയർപ്പിച്ചാലും, സ്നേഹമില്ല എങ്കിൽ അതെല്ലാം എന്താണെന്ന് പറയുന്നത്? ശൂന്യമാണ്. നമുക്കാണെങ്കിൽ ആ ഭാഗം കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും. 1 കോരിന്ത്യർ 13 അധ്യായം. ഈ സ്നേഹത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 1 കോരിന്ത്യർ 13 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളവും അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാനൊക്കെ വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ അതേതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് പ്രയോജനമില്ല. എന്നിട്ട് സ്നേഹത്തിന്റെ ഗുണത്തെ കുറിച്ച് പറയുകയാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു,
ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല. താഴോട്ടൊക്കെ നമ്മൾ വായിക്കുമ്പോ ഏറ്റവും ഒടുവിൽ പറയുകയാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോൾ ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായത് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. ദൈവം നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. അത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ ഓർക്കാതെ നമ്മെ സ്നേഹിച്ച് വഴി നടത്തുന്ന ആ ദൈവത്തിന്റെ കരുതൽ എത്ര ശ്രേഷ്ഠമേറിയതാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ കുറവുകളെ ഓർക്കാതാണ് ദൈവം നമ്മെ എന്ത് ചെയ്തത്? സ്നേഹിച്ചത്. നമ്മൾ നല്ല കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല നമ്മൾ ദൈവമക്കളായി തീർന്നത്. നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല. ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന കൂടുതൽ ആൾക്കാരും ഈ പഴയകാല ചരിത്രം അവര് പറയുന്നത് ഞങ്ങൾ ഏറ്റവും നിരുഷ്ടരായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ കുറവുകളെ ഓർക്കാതെ നമ്മെ സ്നേഹിച്ച ആ ദൈവത്തിന്റെ സ്നേഹം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. മറ്റുള്ളവരുടെ കുറവുകളെ ഓർക്കാതെ മറ്റുള്ളവരെ കൈക്കൊള്ളുവാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തില് നമുക്ക് പരിശോധിക്കാം, മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നുണ്ടോ? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി മൂന്നാമത്, ദൈവത്തിന്റെ ദൈവ സ്വഭാവങ്ങളിൽ മൂന്നാമത്തതാണ് നീതി എന്ന് പറയുന്നത്. നീതി എന്നതിന്റെ അക്ഷരാർത്ഥം മര്യാദ, അല്ലെങ്കിൽ നല്ല നടപ്പ്, കുറ്റമറ്റത്, നേരെ എന്നൊക്കെയാണ്. പരിശുദ്ധി ദൈവത്തിന്റെ വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ കാണുമ്പോൾ നീതി ദൈവത്തിന്റെ ന്യായത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം തന്നിൽ തന്നെ നീതിമാനാണ് എന്നതിന്റെ അർത്ഥം തന്റെ സ്വഭാവത്താൽ ലംഘിക്കപ്പെടുന്ന ഒരു നിയമവും തന്നിലോ താൻ നിർമ്മിച്ചതിലോ ഇല്ല. ദൈവത്തിന്റെ നീതിയെപ്പറ്റി ദൈവം ഇങ്ങനെ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു നാളും ചെയ്യുന്നതല്ലോ, നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ ഒരു നാളും കൊല്ലുകയില്ല. ഇത് ലോകത്തിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. അബ്രഹാമോട് പറയുന്നു, ദൈവം നീതിമാനെ ദുഷ്ടനോടുകൂടെ എന്ത് ചെയ്യത്തില്ല? കൊല്ലുകയില്ല. ദൈവത്തിന്റെ നീതിയോടുള്ള ബന്ധത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. ദൈവത്തിന്റെ ആവർത്തന പുസ്തകം 32-ാം അധ്യായം എന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കും. ആവർത്തന പുസ്തകം 32-ന്റെ 4. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായമാണ്. ഇനിയും 89-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവത്തിന്റെ നീതിയും ന്യായവും മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ പല രീതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിനെ പ്രായശ്ചിത്ത യാഗത്തോടുള്ള ബന്ധത്തിൽ. യേശുക്രിസ്തു ദൈവം നീതിമാനായ ദൈവമാണ്. പാപത്തിന്റെ ശമ്പളം മരണമെന്നാണ് ദൈവത്തിന്റെ നീതി.
പാപത്തിന്റെ ശമ്പളം മരണം. അങ്ങനെ മരണത്തിന് വിധിക്കപ്പെട്ട നാം മരണത്തിന് യോഗ്യരായിരുന്നു. എന്നാല് ദൈവസ്നേഹത്തിന്റെ ആഴം നമ്മളിൽ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? തന്നു. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ ഈ നീതി നിവർത്തിച്ചത് എങ്ങനെയെന്നറിയാമോ? സ്വന്തം പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചിട്ടാണ് ദൈവം ഈ നീതി നിവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ദൈവം നീതിമാനായ ദൈവമാണ്. രണ്ടാമത്, പാപികളെ ഏറ്റുപറയുന്ന പാപിയോടുള്ള ബന്ധത്തിൽ 1 യോഹന്നാൻ 1:9 നമ്മിങ്ങനെ വായിക്കുന്നു: നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിന്റെ നീതി, നാം പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. ഏറ്റുപറയാത്ത പാപങ്ങൾ ദൈവം ചെയ്യത്തില്ല, ക്ഷമിക്കുകയില്ല. അതുകൊണ്ടാണ് നാം ദൈവത്തിൽ ഏറ്റുപറയേണ്ടത്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു: മറഞ്ഞിരിക്കുന്ന പാപം പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ, സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എന്റെ മേൽ പാടരുത്. നമ്മുടെ ജീവിതത്തില് കുറവുകൾ സംഭവിക്കുമ്പോ നാം ദൈവത്തോട് എന്ത് ചെയ്യണം? ഏറ്റുപറയുന്നവരാകണം. ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ ദൈവം അതെന്ത് ചെയ്യത്തുള്ളൂ? ക്ഷമിക്കുകയുള്ളൂ. ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം നീതിമാനായിരിക്കുന്നത് പോലെ നമ്മളും ആരായിരിക്കണം? നീതിമാന്മാരായിരിക്കണം. ദൈവത്തെ കുറിച്ച് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. യേശുക്രിസ്തു പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നീതിമാനായതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം എന്തു തരും? മറുപടി തരും. ദൈവം നീതിയോടെ നമുക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്: എന്നെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് എന്ത് ചെയ്യണം? ഉത്തരം പറയണമേ. ദൈവം നീതിമാനായതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെല്ലാം എങ്ങനെയായിരിക്കണം? നീതിയുള്ളതായിരിക്കണം. നമ്മള് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്കുള്ള പ്രാർത്ഥന എന്ത് ചെയ്യില്ല? മറുപടി ലഭിക്കില്ല. നമ്മുടെ പ്രവൃത്തികള്, നമ്മുടെ സംസാരങ്ങള്, നാം ആയിരിക്കുന്ന പൊസിഷനിലൊക്കെ നാം എങ്ങനെയുള്ളവരാകണം? നീതിയുള്ളവരാകണം. കാരണം നമ്മളെ ശോധന ചെയ്യുന്ന നീതിമാനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അത് വളരെ നാം കണക്കാക്കേണ്ടതാണ്, കാണേണ്ടതാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്: നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നീ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും, തീയത് വിതച്ചാൽ തീയത് കൊയ്യും. നാം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ നീതിയുള്ളവരാകണം. ഞങ്ങളുടെ അടുത്തൊരു കുടുംബം ഉണ്ടായിരുന്നു. കുടുംബം ഉണ്ടായിരുന്നില്ല, കുടുംബമുണ്ട്. ആ കുടുംബത്തിന് ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അമ്മമാരെ ഉപദ്രവിക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഓർച്ചാന്ന ആ അച്ഛന്റെ പേര്. ആ പുള്ളി തന്റെ പിതാവിനെ റോഡിലൂടെ വലിച്ചഴിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പുള്ളിയുടെ മക്കള് വളർന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെയും ഈ മക്കൾ ഉപദ്രവിപ്പാന്നൊക്കെ ഇവിടെയായി തോന്നുന്നു. അപ്പൊ നാം ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ എന്ത് ചെയ്യും? അനുഭവിക്കും. കാരണം ദൈവം ആരാണ്? നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ വർത്തമാന കാലത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നാം ശോധന ചെയ്യണം. ഞാൻ ചെയ്യുന്നത് നീതിയുള്ളതാണോ?
നാം ജോലി ചെയ്യുമ്പോഴായിരിക്കണം. ആയാലും മറ്റുള്ളവർ നമ്മളെ കാണുന്നില്ല എന്ന് പറയുന്ന ഓരോ ഘട്ടങ്ങളിലും കാണുന്ന ഒരു സർവശക്തിയുള്ള ദൈവമുണ്ട്. ദൈവത്തിന്റെ നീതി. നാം നീതിയോടെന്നെങ്കിൽ മാത്രമേ, സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. കാരണം എന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തില്ല? അകൃത്യം കരുതിയില്ല. നാം നീതിമാനായ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തോട് ചോദിക്കാം: ഞാൻ എന്റെ ജീവിതത്തിൽ നീതിമാനാണോ? നമ്മുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണരാകണം. അപ്പൊ ദൈവം, നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മൾക്ക് പ്രതിഫലം നൽകുന്ന ദൈവമാണ്. ഈ എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം വായിച്ച്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ ദൈവം എന്ത് ചെയ്തിട്ടില്ല? മറന്നു കളയുന്ന ദൈവമല്ല. ഞാന് ഇന്നാളെ ഞങ്ങളുടെ അവിടെ ബൈബിൾ സ്റ്റഡി എടുത്തപ്പോൾ പറഞ്ഞൊരു ഭാഗമുണ്ട്. അബ്രഹാം ദൂതന്മാരെ ശുശ്രൂഷിച്ചു. 3 പേർക്ക് 3 കഴി മാവ് കുഴച്ച് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തു. മാംസം എടുത്തു കഴിഞ്ഞപ്പോൾ അതൊന്നും അളക്കാനൊന്നും എന്ത് ചെയ്തില്ല, പോയില്ല. അബ്രഹാമിന്റെ സന്തതി വരുമ്പോഴും 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോ ദൈവം അളന്ന് എന്ത് ചെയ്തു? കൊടുത്തു. ദൈവം പറഞ്ഞത് മന്ന എന്ത് ചെയ്തോണം? പൊറുക്കണം. ഒരു ഇടങ്ങരി വീഴോ നിങ്ങൾ എന്ത് ചെയ്യണം? പൊറുക്കണം. അവർ കൂടുതൽ പെറുക്കിയാലും എത്ര കാണും? ഇടങ്ങരി കാണും. കുറഞ്ഞു പെറുക്കിയാലും ഇടങ്ങരി കാണും. അപ്പൊ അവർ എത്രയൊക്കെ പൊറുക്കെന്ന് പറഞ്ഞാലും എത്ര വശം ഉണ്ടായിരുന്നു? നമുക്ക് അബ്രഹാം അളന്നു കൊടുത്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? അളന്നു കൊടുത്തു തിരിച്ച്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നാം ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ ഘട്ടങ്ങളെയും, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോയില്ല. എന്റെ ദൈവം ആരാണ്? എന്റെ ദൈവം നീതിയുള്ള ദൈവമാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാമോ? എന്നാൽ ദൈവം മാംസം കൊടുത്തപ്പോൾ അളന്നതുപോലെ തിരിച്ചു കൊടുത്തത്. അവർക്ക് മതിയാവോളം കൊടുക്കുകയാണ്. നമ്മുടെ ദൈവനാമത്തിനോട് കൊടുക്കുന്ന വിഷയത്തിലായാലും പ്രവർത്തിക്കുന്ന വിഷയത്തിലായാലും ഇതിനൊക്കെ മറുപടി തരുന്ന, നമ്മളെ കാണുന്ന നീതിമാനായ ദൈവത്തിന് മുന്നിലാണ്. ഒരു കാര്യം കൂടെ ഇതിനോടൊപ്പത്തിൽ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം സത്യവാനായ ദൈവമാണ്. സത്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ദൈവം സത്യം ആവുമെന്ന് പറയുമ്പോൾ അവിടുന്ന് തന്നിൽ തന്നെ മാറ്റമില്ലാത്തവനാണ്. യോഹന്നാൻ 17:3 ഒന്ന് വായിച്ചാൽ. ഏകസത്യ ദൈവം, നമ്മുടെ ദൈവം സത്യമുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് എഫെസ്യർ പറയുന്നു, നാം എന്തോ കെട്ടണം? സത്യം അറിയിക്കണം. നമ്മുടെ ജീവിതത്തിൽ സത്യം ഉണ്ടാകണം. നാം പറയുന്നത് സത്യമായിരിക്കണം. നാം പ്രവർത്തിക്കുന്നത് സത്യമാകണം. നമ്മുടെ ദൈവം സത്യവാനായ ദൈവമാണ്. ഞാൻ വായിച്ച വേദഭാഗം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തി ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ്
സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഏതെല്ലാം വിഷയത്തിൽ നാം സൽഗുണപൂർണരാകണം? പരിശുദ്ധിയോടുള്ള ബന്ധം, സ്നേഹത്തോടുള്ള ബന്ധത്തിൽ, നീതിയോടുള്ള ബന്ധത്തിൽ, സത്യത്തോടുള്ള ബന്ധത്തിൽ നാം സൽഗുണപൂർണരാകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കാര്യം നമ്മുടെ ദൈവം ആരാണ്? സൽഗുണപൂർണരാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം